പ്രിയപ്പെട്ടവരെ നമസ്കാരം. എൻ്റെ പേര് അനീഷ് എന്നാണ്. കണ്ണൂരാണ് എൻ്റെ സ്ഥലം. ഞാൻ ഈ വീഡിയോയിൽ വരാൻ കാരണം ഷുഗർ മൂലം ബുദ്ധിമുട്ടുന്ന വിഷമിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് എൻ്റെ ഒരു അനുഭവം ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടിയാണ്. ഷുഗർ മൂലം വിഷമിച്ച് കാലാകാലങ്ങളായി ഗുളിക കഴിക്കുന്ന എൻ്റെ അമ്മയെ കണ്ട് വിഷമിച്ച് ആ ഗുളിക കഴിക്കുന്നത് കണ്ട് വിഷമിച്ചിരിക്കുന്ന അവസ്ഥയിൽ കഴിഞ്ഞ 6 മാസം മുന്നേ ഞാൻ ഷുഗർ ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് 300 ഷുഗർ. ഞാൻ അപ്പോൾ ദുബായിൽ വർക്ക് ചെയ്യുന്ന ഞാൻ അപ്പോൾ നാട്ടിൽ വന്ന് 1 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ 300 ഷുഗർ. അപ്പോൾ ഇപ്പം അമ്മയുടെ ഗുളിക കഴിക്കുന്ന അമ്മ കണ്ടിന്യൂ ആയിട്ട് ഗുളിക കഴിക്കുന്നത് കണ്ട് മടുത്ത ഒരു ഇതാണ് എൻ്റെ. അപ്പോൾ ഗുളിക കഴിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചു ഞാൻ പല പച്ചമരുന്നും പരീക്ഷിച്ച് നോക്കി. പക്ഷെ എന്നിട്ടൊന്നും ഒരു എന്താ പറയണ്ടേ, ഒരു മാറ്റം, വലിയൊരു മാറ്റമൊന്നും ഞാൻ കണ്ടില്ല. അങ്ങനെ ഞാൻ ഡോക്ടറെ കാണിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ കണ്ണൂരിലെ ഒരു പ്രസിദ്ധനായ ഒരു ഡോക്ടറെ കാണിച്ച് അദ്ദേഹം പറഞ്ഞു കണ്ടിന്യൂ ആയിട്ട് ഗുളിക കഴിക്കണം. അപ്പൊ അങ്ങനെ D-Clim-1 എന്ന് പറഞ്ഞ ഒരു ഗുളിക രാവിലെ കാലത്ത് കുടിക്കാൻ വേണ്ടിയിട്ട് ഡെയിലി പറഞ്ഞു. അപ്പോൾ എനിക്ക് ഗുളിക ഞാൻ 10 ദിവസം ഞാൻ ഗുളിക കഴിച്ചു. ഗുളിക കഴിച്ച് ഞാൻ ടെസ്റ്റ് ചെയ്തത് ശേഷം 240ഓളം വന്നു. 240. അങ്ങനെ 240 വന്നതിന് ശേഷം എനിക്ക് തോന്നി ഇനിയിപ്പം കണ്ടിന്യൂ ആയിട്ട് ഗുളിക കഴിക്കേണ്ടി വരുമല്ലോ ഭഗവാനെ എന്ന് ഞാൻ മനസ്സിലിങ്ങനെ വിചാരിച്ച് ഇങ്ങനെ വിഷമിച്ച് അങ്ങനെ കുറച്ച് ദിവസം ഗുളിക കഴിക്കും, കുറച്ച് ദിവസം ഗുളിക കഴിക്കൂല, അങ്ങനെ ആയി. അപ്പോൾ വീണ്ടും ഞാൻ 10 ദിവസം വീണ്ടും ഗുളിക കഴിച്ച സമയത്ത് ഒരു മാറ്റമില്ല. 240-250 റേഞ്ചിൽ തന്നെ പോകുന്നു. ഭക്ഷണം കഴിക്കുന്നതിന് എക്സസൈസും ചെയ്യാറില്ലായിരുന്നു, നടക്കാറില്ലായിരുന്നു. അപ്പൊ അങ്ങനെ ഞാനത് ഡോക്ടർക്ക് വീണ്ടും പോയിട്ട് അദ്ദേഹം പറഞ്ഞു ഷുഗർ നോർമൽ ആയിട്ടില്ല, അതുകൊണ്ട് കണ്ടിന്യൂ ആയിട്ട് തന്നെ ഗുളിക കഴിക്കണം എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇനി ഏതായാലും രക്ഷയില്ല, ഗുളിക കഴിച്ചേ പറ്റൂ എന്നുള്ള ആ മാനസിക സ്ഥിതിയിൽ എത്തിയതിനു ശേഷം എൻ്റെ വൈഫ് ഹൗസ് തൃശ്ശൂരാണ്. ഞാൻ തൃശ്ശൂരേക്ക് വന്നപ്പോൾ എൻ്റെ വൈഫ് ഹൗസിന്റെ വീടിനടുത്ത് ഒരു സ്ത്രീ, അതായത് നമ്മുടെ ഒരു ബന്ധു കൂടിയാണ് ആ സ്ത്രീ പറഞ്ഞു ഒരു കാര്യം ഒന്ന് നീ പരീക്ഷിച്ച് നോക്ക്, പേരക്കയുടെ ഈ ഇല, തിരളില, കൂമ്പല, അത് 4-5 ഇല പറിച്ച് അതിന് ശേഷം ഈ വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് കുടിച്ചു നോക്കുമെന്ന് പറഞ്ഞു. അത് പ്രകാരം ഞാൻ ഇത് കുടിച്ച് 5 ദിവസം ഞാൻ കണ്ടിന്യൂ ആയി കുടിച്ചു. ഡെയിലി 4 ഗ്ലാസ് വെള്ളം ഞാൻ ഇങ്ങനെ കുടിച്ചതിന് ശേഷം ഞാൻ തിരിച്ച് കണ്ണൂർ പോയി. കണ്ണൂരിൽ ഞാൻ ടെസ്റ്റ് ചെയ്തതും 157. അപ്പോ 157 വളരെയധികം സന്തോഷം തോന്നി. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ 250-300 കണ്ട് ഞാൻ പേടിച്ചിരിക്കുന്ന സമയത്ത് 157 ഞാൻ തിരിച്ച് വീണ്ടും അവിടുന്ന് കണ്ണൂരിൽ നിന്ന് തൃശ്ശൂരേക്ക് വന്ന് ഞാൻ ഇവിടെ വൈഫ് ഹൗസിലിരുന്ന് ഇവിടുന്ന് 4 ദിവസം കണ്ടിന്യൂ ആയിട്ട് വീണ്ടും ഈ ഇല കഴിച്ചു. സത്യം പറഞ്ഞാൽ എന്റെ മനസ്സ് നിറഞ്ഞു, എനിക്ക് സന്തോഷമായി. എന്തുകൊണ്ടാന്ന് വെച്ചാൽ എനിക്ക് എന്റെ അമ്മയുടെ ആ വിഷമം കണ്ടിട്ട് ഞാൻ സഹിക്കാൻ പറ്റാത്തതുകൊണ്ടുള്ള ഒരു സിറ്റുവേഷൻ നിൽക്കുന്ന സമയത്തായിരുന്നു ഞാനിപ്പം വന്നിട്ട് ടെസ്റ്റ് ചെയ്തതിനു ശേഷം ഞാൻ ഈ ഇല കുടിച്ച് ഈ പേരയുടെ കൂമ്പല കുടിച്ച് ടെസ്റ്റ് ചെയ്തതിനു ശേഷം എനിക്ക് 12/7/2017 എനിക്ക് ടെസ്റ്റ് ചെയ്തത് എനിക്ക് റിസൾട്ട് കിട്ടിയത് ഇതാ നോക്കണം, 97. എല്ലാവരും ശ്രദ്ധിക്കുക, 97. അപ്പൊ അതിനുശേഷം ഞാൻ 97 ഞാൻ അതിശപ്പെട്ടു പോയി. ഗുളിക കഴിച്ചിട്ട് പോലും എനിക്ക് ഈ 200 താഴെ എനിക്ക് ആയിട്ടില്ലായിരുന്നു. എനിക്ക് വല്ലാത്ത അതിശയവും വല്ലാത്ത ഒരു സന്തോഷം തോന്നിയ നിമിഷമായിരുന്നു അത്. അപ്പൊ അതിനുശേഷം ഞാൻ 3 ദിവസം ഈ ഇല, ഈ പേരയുടെ തിരളില, കൂമ്പല വെള്ളം കാച്ചി കുടിക്കാതെ ഞാൻ 3 ദിവസം നിന്ന് 4ാമത്തെ ദിവസം 15/7/2017 ഞാൻ വീണ്ടും ടെസ്റ്റ് ചെയ്ത സമയത്ത് എനിക്ക് കണ്ടില്ലേ
112 ഷുഗർ. സത്യം എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു. നിങ്ങൾ എല്ലാവരും ഈ ഷുഗർ മൂലം വിഷമിക്കുന്ന എല്ലാവരും, ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇത് ഷെയർ ചെയ്യണം. ഷുഗർ മൂലം വിഷമിക്കുന്ന എല്ലാവർക്കും ഇതൊരു നല്ല ഒരു മരുന്നാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും വിഷമവും ഉണ്ടാകില്ല, ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത ഒരു പച്ച മരുന്ന്. അതായത് നമ്മൾ നിത്യേന നമ്മളെ വീട്ടിലും വീടിന്റെ അടുത്തും എല്ലാ പറമ്പിലും കാണുന്ന ഈ പേരയുടെ ഇല, തിരുള ഇല പറിച്ച് ഷുഗറുള്ള വ്യക്തികൾ കഴിക്കുക. ഡെയിലി കുടിക്കാൻ പാടില്ല. ഒന്നും കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വെച്ചാൽ, ഇത് ഡെയിലി കുടിക്കരുത്. ഒരാഴ്ച കുടിച്ച് ടെസ്റ്റ് ചെയ്യുക. ടെസ്റ്റ് ചെയ്ത് പിന്നെ എത്ര നോർമൽ കണ്ടീഷൻ വരെ ഇത് ആക്കുക. ഒരാഴ്ച മാത്രമേ കുടിക്കേണ്ടി വരുള്ളൂ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സംഭവം എത്രത്തോളം ഫലപ്രദമാണ് ഈ മരുന്നെന്ന്. അപ്പോൾ കണ്ടിന്യൂ ആയി കുടിച്ച് നന്നെ താകാതെ, ഷുഗർ ലെവൽ താകാതെ നിങ്ങൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് എല്ലാവരിലേക്കും ഈ നല്ലൊരു നന്മ നിറഞ്ഞ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം. എല്ലാവർക്കും ഇത് ഉപകാരപ്രദമാകട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം, നന്ദി.